ഇത് നമ്മൾ സൺഡേ എടുത്തൊരു വ്ളോഗ് വീഡിയോ ആണ്. നമ്മൾ ഫോറം മോളിൽ വന്നത് ആമിക്ക് ജസ്റ്റ് ആമിയെ ഒന്ന് കളിപ്പിക്കാനും ഒന്നൊരു ഔട്ടിങ് പോലെ രണ്ടുപേർക്കും. ചെറുതിന് കളിക്കാനൊന്നും ഇല്ല, വെറുതെ ഒരു രസമല്ലേ, എപ്പോഴും അകത്തിരിക്കുകയാണല്ലോ. അപ്പം ആമിക്കൊരു ഹാപ്പി ആയിക്കോട്ടെ എന്ന് വെച്ച് വന്നതാണ്. ഈ ഫോറം മോളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഇവിടുത്തെ പാർക്കിങ്. പോയവർക്കറിയാം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് താഴെ ഒന്നും പാർക്കിംഗ് കിട്ടും, മേളിൽ തന്നെയാണ് കിട്ടിയത്. പിക്കാനായിട്ട് ഇവിടെയാണ് വന്നത്. പക്ഷേ ഇവിടെ പേരൻസ് വേണം, നമുക്ക് ഉള്ളിൽ കളിക്കണമെങ്കിൽ പേരൻസും കൂടെ വേണം. പക്ഷേ ചെറുതിനെ കയറ്റാനും പറ്റില്ല. അപ്പം ഞാൻ ചെറുതിനെ അമ്മാവനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ ആമിയുടെ കൂടെ കളിക്കാൻ കയറി കേട്ടോ. അത്യാവശ്യം നമ്മൾ സാധാരണ പോകുന്ന പോലൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ, വലിയ അടിപൊളിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആമിയെ തപ്പി ഞാൻ നടന്നത്, മേളിൽ നിന്ന് എനിക്ക് ആമിയെ കിട്ടി. കുറച്ച് നടക്കാനൊക്കെ നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കും, പക്ഷെ ആമിക്കൊന്നും ഒരു ക്ഷീണം ഇല്ലായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. ഞാൻ താഴെ പോയി നിൽക്കാവേ. അങ്ങനെ ഞാൻ താഴെ പോയി വെയിറ്റ് ചെയ്ത്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ സ്റ്റക്കായിപ്പോയി, ഏതൊക്കെയോ കുട്ടികളുടെ കരച്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നേ. പിന്നെ അവസാനം വന്ന് കിട്ടി. എനിക്ക് പേടി, ഇവരെല്ലാവരും കൂടെ വന്ന് ഇടിച്ചുവല്ലോ, നിന്നോ. കുറേ നേരം നോക്കിയിട്ടും കാണുന്നില്ല. പിന്നെ ഞാൻ അതിനകത്ത് പോയി നോക്കും, ഞാൻ ഇറങ്ങിയും പോയി, ആമിയെ കാണുന്നുമില്ല. എന്നൊക്കെ വലിച്ചിട്ട് പോകും, ഇത് വലിച്ചു പോകുമേളിൽ. അങ്ങനല്ല, നമ്മൾ ഇതിങ്ങനെ കൊണ്ടുപോകും. ആ കുട്ടി പോട്ടെ, കണ്ട അങ്ങനെ പോയാൽ മതി, ആരുടെ ഹെൽപ്പ് വേണ്ട ആവശ്യമൊന്നുമില്ല. ആമി തിരിച്ചതുമായിട്ട് വാ. ഇതുവരെ പോയിട്ട് വാ, ഞാൻ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഇറ്റ്സ് ഓക്കെ. അവിടെ താഴെ നെറ്റ് ഉണ്ടടാ, ഉണ്ട് വാ. ആമി ബ്രേവ് ആണ്, യു ആർ ബ്രേവ് ഗേൾ. വാ 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 വാ, അത് കേറി പോ. അച്ഛനോട് കണ്ണോട് അടിയെടുക്കും. അമ്മയ്ക്ക് ഹൈറ്റ് കുറവായതുകൊണ്ടാണ് നമ്മൾ പേരൻസും കൂടെ കയറണമെന്ന് പറയുന്നത്. എനിക്ക് ഒരു വട്ടം എല്ലാത്തിലും കൂടെ എനിക്ക് വയ്യ, ഞാൻ പിന്നെ ഒന്നിനും പോവാണ്. ആമി തന്നിട്ട് മതി, അല്ലെങ്കിൽ ആ ചേച്ചി പുറപ്പെടാൻ ഓർമ്മ വരും. എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ. എനിക്ക് പെരിയ ചെറുത് കരയാൻ തുടങ്ങിയാൽ പിന്നെ ഒരു വട്ടം ഒത്തിരി നേരമൊന്നും വിളിക്കാനൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കയ്യിലും കാലും പിടിച്ച് മോളെ വാ പോകാൻ മോളെ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. കളി മാറിയിട്ടില്ല. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ അതുകൊണ്ട് കഴിഞ്ഞില്ല ഈ തോണമാണ്. വിളിച്ച് കഴിഞ്ഞാൽ ക്ഷീണിച്ച് തളർന്ന് എൻ്റെ മൂക്കിലൊരു പാടൊക്കെ ഉണ്ട്. ചെയ്താണ് പിന്നെ കയ്യും കാലും പിടിച്ച് സമ്മതിച്ച് അവരെ ഇറക്കി വിട്ടു കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് സോക്സ് കിട്ടും. ആ സോക്സ് നമ്മളിവിടെ വേസ്റ്റ് ബിന്നിൽ തന്നെ ഇടുവാണ്. അതിന് എക്സ്ട്രാ പേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവർ തരുന്ന. എനിക്കൊന്നത് റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാൻ തോന്നി. അതിനെ എന്തിനെങ്കിലും നീ കയറ്റിയിരുത്തി നോക്കാം. എനിക്ക് പാവം തോന്നി. അപ്പം ഞാൻ വെച്ചാൽ എന്തിനെങ്കിലും റൈഡിൽ വെറുതെ കയറ്റി നോക്കാം. മീൻസ് വെറുതെ ഇങ്ങനെ പുറത്ത് കുറേ ഇതുണ്ടല്ലോ, ഇങ്ങനെ വെറുതെ ഇതൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ ആമി അതിൽ വെറുതെ നമ്മൾ ഇരുത്തി നോക്കി തന്നെ എന്താണെന്നിങ്ങനെ നോക്കി അന്താളിച്ച് നിൽക്കുക, ഒന്നും മനസ്സിലാവുന്നില്ല. എന്തോ ഒരു കുലുക്കമൊക്കെ ഉണ്ട്, കുറേ ലൈറ്റും വരുന്നുണ്ട്. കുട്ടികൾക്ക് അല്ലെങ്കിൽ ലൈറ്റ് കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ട് ഇരുന്ന് കേട്ടോ. പേടിയുണ്ടെന്ന് തോന്നുന്നു മുഖം കണ്ടിട്ട്, എന്നാലും ചിരിയും വരുന്നുണ്ട്. കണ്ടോ മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെച്ചൊക്കെ, പേടിയുണ്ട്. അല്ലായിരുന്നു ഈ ചിരിച്ചേനെ. എന്തോ ഒരു ആമി എന്ത് ചെയ്യുന്നു, എൻ്റെ കയ്യിൽ നിന്ന് കാർഡ് മേടിച്ച് കുറച്ച് കോയിൻസ് അങ്ങോട്ട് ബാക്കിയുണ്ടായിരുന്നു, അതും ഓണാക്കി. അപ്പോൾ അതിങ്ങനെ കിടന്ന് പെട്ടെന്ന് കുലുക്കം കണ്ടിട്ടാന്ന് തോന്നുന്നൊരു ഒരു ഫേസ് ഇങ്ങനെ വെച്ചേക്കുന്നു. എന്തായാലും പുറത്ത് വന്നല്ലേ, എന്തായാലും പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. ആമിക്കൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ തിരിച്ച് താഴെ ലുലു പോയി. വേണ്ടാത്ത കുട്ടികളെ നമ്മൾ എങ്ങനെ നിർബന്ധിക്കാനാണ്? ഞാൻ എല്ലാ കടയിലും ഫ്രണ്ടിൽ ചെന്ന് ചോദിച്ച് ഇത് വേണോ അത് വേണോ, അതൊന്നും വേണ്ട. എന്നാൽ ഇവിടം വരെ വന്നതല്ലേ, എന്നാൽ ലുലു ഹൈപ്പർ മാർക്കറ്റിലും കൂടെ ഒന്ന് കയറാമെന്ന് വെച്ച്. വേറൊന്നിനും അല്ല, കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചാണേ. ഇത് സെയിലല്ലേ,
കയ്യിൽ ഇത് വേണോ കണ്ണൻ്റെ? പിന്നെ നമ്മളിവിടെ വരെ വന്നതല്ലേ, അപ്പോൾ കുറച്ച് ഡേറ്റ്സൊക്കെ വാങ്ങിച്ചു, കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. പിന്നെ മാങ്ങ നല്ല സൂപ്പർ ബംഗാരപ്പള്ളി ഇവിടെ കിട്ടേ. പിന്നെ കുറച്ച് ചീര വാങ്ങിച്ചു. ഇത് ആമിയുടെ പുറകിനാണെന്ന് ചോദിച്ചാൽ എന്താണ് ഇഷ്ടം. ആമിക്ക് ഈ ഗ്രേപ്സ് മതി. ആ പച്ച ഗ്രേപ്സ് ആണെങ്കിൽ നല്ല മധുരം കേട്ടോ. ഇത് മതി എന്ന് തന്നെ എടുത്ത് ഒരെണ്ണം പോലും കഴിച്ചില്ല, എല്ലാം ഞാൻ തന്നെ. ഇവിടെയാണ് ഗോലി കണ്ടോ. അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് തപ്പി നടത്തുന്ന ഒരു സാധനം നമുക്ക് കിട്ടി കേട്ടോ, ഗോലി സോഡ. നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, നല്ല കരച്ചിലാണ്. ഗോലി സോഡ വേണം, നമുക്ക് ഗോലി സോഡ വേണം. ആ സാധനം നമുക്കത് കിട്ടിയേ. അങ്ങനെ ചേച്ചിയെ സന്തോഷിപ്പിക്കേണ്ട ഒരു ഡോണറ്റൊക്കെ മേടിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ വാവയെ ഒന്ന് സന്തോഷിപ്പിക്കും, കുറച്ച് പാലൊക്കെ കൊടുത്ത്. ഞങ്ങളൊക്കെ പാലൊക്കെ കുടിച്ച് വന്നപ്പോഴത്തേക്ക് അവരവിടെ ബില്ലൊക്കെ അടിച്ചു. പിന്നെ നമ്മൾ ഈ പാർക്കിങ്ങിലോട്ട് പോകുന്ന ഞാൻ പറഞ്ഞാൽ ഇച്ചിരി പണിയാണ്. ചേച്ചിക്കാണെങ്കിൽ ഗോലി സോഡ കിട്ടിയതിൻ്റെ സന്തോഷം ഭയങ്കര ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ഇപ്പോൾ വാവ ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വേണ്ട മോള് കണ്ടിരുന്നോളൂ.